ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. നൈൽ നദിയിൽ നിന്ന് ഫറവോ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് മോശക്കുഞ്ഞ് മാറ്റപ്പെടുകയാണ്. വധിക്കപ്പെടേണ്ട പൈതങ്ങളുടെ ഗണത്തിൽ നിന്ന് മോശ രാജകുമാരൻ്റെ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു. അതിന് കഷ്ടതയും കണ്ണുനീരും അനുഭവിക്കണമായിരുന്നു. ഉയർച്ചയ്ക്കും അനുഗ്രഹങ്ങൾക്കും മുൻപ് കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കുവാനിടയാകുന്നത് സാധാരണയാണ്. അപ്പോൾ നാം തളർന്നു പോകരുത്. മോശക്കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് രാജകുമാരി അവനെ ദത്തുപുത്രനായി സ്വീകരിച്ചു. ആ രോദന ശബ്ദം രാജകുമാരിയുടെ ശ്രദ്ധ ആകർഷിക്കുവാൻ ആവശ്യമായിരുന്നു. കണ്ണുനീരിൻ്റെ കടവിലിറങ്ങിയാണ് അനുഗ്രഹത്തിൻ്റെ നാട്ടിലെത്തുന്നത്. ഒരു ബാലൻ കുളക്കരയിലിരുന്ന് കളിവഞ്ചി കളിക്കുകയായിരുന്നു. പെട്ടെന്ന് കളിവഞ്ചി അവനെത്താത്ത ദൂരത്തേക്ക് മാറിപ്പോയി. വിഷാദത്തോടെ നിൽക്കുമ്പോൾ ഒരു സ്നേഹിതൻ അവിടെ വന്നു. അയാൾ കല്ലുകൾ പെറുക്കി കുളത്തിലേക്ക് എറിയുവാൻ തുടങ്ങി. കളിത്തോണിയുടെ അടുത്ത് കല്ലുകൾ വീഴുന്നത് കണ്ട ബാലന് അരോചകമായി തോന്നി. എന്നാൽ കല്ലുകൾ തോണിയുടെ അപ്പുറത്തായിരുന്നു വീണത്. കല്ലുകൾ വീഴുമ്പോഴുണ്ടാകുന്ന ഓളങ്ങൾ കളിത്തോണിയെ കരയിലേക്ക് അടുപ്പിച്ചു. കുറച്ച് സമയം കഴിഞ്ഞ് ബാലന് ആ കളിവഞ്ചി തിരിച്ചു കിട്ടി. പ്രയാസങ്ങളാകുന്ന തിരമാലകൾ നാശത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ സഹായിക്കുന്നു. ധൂർത്തനായ പുത്രൻ പന്നികളുടെ തീറ്റപാത്രത്തിൽ നിന്ന് തവിട് തിന്നുവാൻ ആഗ്രഹിച്ചതും ലഭിക്കാതിരുന്നപ്പോൾ ദുഃഖിച്ചതും അവനെ അപ്പൻ്റെ വീട്ടിലെ സന്തോഷത്തിലേക്ക് തിരിച്ചയച്ചു. പലവിധ പ്രയാസങ്ങൾ നാം നേരിടേണ്ടി വന്നേക്കാം. പണസംബന്ധമായ ഞെരുക്കങ്ങളും തുടരെയുണ്ടാകുന്ന രോഗങ്ങളും കാരണം കൂടാതെ മറ്റുള്ളവർ തെറ്റിദ്ധരിച്ച് ശത്രുക്കളാകുന്നതുമെല്ലാം നമ്മുടെ നന്മയ്ക്കുള്ള കാരണങ്ങളാകാം. സമചിത്തതയും ധീരതയും ലഭിക്കുവാൻ പ്രയാസങ്ങൾ സഹായിക്കും. തടസ്സപ്പാറകൾ ഉയർച്ചയിലേക്കുള്ള ചവിട്ടുപടികളാണ്. കണ്ണുനീരിൽ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. സങ്കീർത്തനങ്ങൾ 119:71. നിന്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. 1000 പൊൻവെള്ളി നാണ്യത്തേക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്കുത്തമം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.